ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ബി ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീകുമാർ, വളരെയേറെ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആലപ്പുഴയിൽ ഇപ്പോൾ വളരെ വൈകാരികമായ ഒരു യാത്രയയപ്പ് തന്നെയാണ് VS-ന് ആ നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടിലെ സ്വന്തം തട്ടകം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ VS-നോടുള്ള വലിയ സ്നേഹമുള്ള ഒരു ജനത, അപ്പൊ VS മരിച്ചെന്ന് പോലും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു ജനത ഇന്നലെ മുതൽ തന്നെ ഇവിടെ കാത്തുനിൽപ്പാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് DC ഓഫീസിന് മുന്നിൽ നിന്നാണ്. P. കൃഷ്ണപിള്ള സ്മാരക ഓഫീസാണ്. VS-ന് ആദ്യമായിട്ട് ഇതിന് മെമ്പർഷിപ്പ് നൽകിയത് P. കൃഷ്ണപിള്ള എന്നുള്ള സഖാവാണ്. ആ P. കൃഷ്ണപിള്ള നൽകിയ സംഭാവനയാണ് ഈ VS എന്നുള്ള വലിയൊരു നേതാവ്. തുടർന്നാണ് അദ്ദേഹം ഇവിടെ ജില്ലാ സെക്രട്ടറി ആകുന്നതും സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവാകുന്നതും മുഖ്യമന്ത്രിയാകുന്നതും. അങ്ങനെ ഈ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നതിന് പ്രധാനപ്പെട്ടത് ഈ ഒരു ഓഫീസാണ്. കുടുംബ വീട്ടിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവരെ നിയന്ത്രിക്കാനാണ് വലിയ പാട്. റെഡ് വോളണ്ടിയർമാരും പോലീസും ഒക്കെ ചേർന്ന് അവരെ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അത് വിജയിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല. അവരുടെ തള്ളിക്കയറ്റമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങൂ എന്നാണ് അറിയിക്കാൻ പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു 20 മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂറിൽ കൂടുതൽ പൊതുദർശനത്തിന് സാധ്യതയില്ലെന്നാണ്, പൊതുദർശനത്തിന് ഉള്ള ക്രമീകരണങ്ങളെ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. നേരത്തെ 9 മണിക്ക് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. മണിക്കൂറുകളോളം വൈകിയാണ്. ഏതാണ്ട് 22 മണിക്കൂർ എടുത്ത 151 കിലോമീറ്റർ ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴയിലെ പറവൂരിലെ കുടുംബ വീട്ടിലേക്ക് എത്താൻ എടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെയാണ് പറവൂരിലെ കുടുംബ വീട്ടിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം വീട്ടിലെ പൊതുദർശനത്തിന് വെച്ച് വീട്ടുകാരെ കാണിച്ചു. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ DC ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. അങ്ങനെ വൈകാരികമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾക്കും മഴ, അതിനിടയ്ക്ക് മഴ പെയ്തു. അങ്ങനെ മഴ നനഞ്ഞും അതുപോലെ തന്നെ മനം നനഞ്ഞും ഒക്കെയാണ് ഇവിടെ പ്രവർത്തകരും ഈ പറഞ്ഞുള്ള പാർട്ടി അനുഭാവികളും ഒക്കെ കാത്തു നിൽക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ പാർട്ടി പ്രസിഡന്റുമാരുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ ചേർന്ന് ഇവിടെ നിൽക്കുകയാണ്. അവർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ് തങ്ങള് ഒരു പ്രിയപ്പെട്ട നേതാവിനെ, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബന്ധമുള്ള VS അച്യുതാനന്ദൻ എന്നുള്ള വലിയൊരു നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. ശ്രീകുമാർ പറഞ്ഞ പോലെ തന്നെ വളരെ വൈകിയാണ്. ഇന്നലെ 2 മണിക്ക് പൊതുദർശനം പൂർത്തിയാക്കി സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ പുറപ്പെട്ടുവെങ്കിലും എല്ലാം വഴിയിൽ നീളെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനും അവസാനമായി ഒരു നോക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്തതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി വളരെ വൈകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ DC ഓഫീസിൽ എത്ര നേരമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഓരോ പോയിന്റുകളും കടക്കാൻ ഇന്നലെ 2:15 ശേഷം പുറപ്പെട്ട വിലാപയാത്ര ഓരോ പോയിന്റും അടക്കാൻ ഏതാണ്ട് 1 മണിക്കൂറുകൾ കൂടെ എടുത്തു. തിരുവനന്തപുരത്ത് 27 പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. കൊല്ലത്ത് 7 പോയിന്റുകളും ആലപ്പുഴയിൽ 11 പോയിന്റുകളുമായിരുന്നു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ റോഡിന് ഇരുവശവും നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷെ വിലാപയാത്ര വരുന്ന സമയത്തേക്ക് എവിടെ നിന്നാണോ അറിയില്ല, ആൾക്കാർ തടിച്ചുകൂടുന്ന ഒരവസ്ഥ. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ടേ മടങ്ങൂ എന്നുള്ള വലിയ വാശി. VS-നെ ഇതുവരെ കാണാത്ത ആൾക്കാർ പോലും അവിടെ എത്തിച്ചേർന്ന് തങ്ങളുടെ നേതാവിനെ, അല്ലെങ്കിൽ VS എന്താണെന്ന് അറിയാൻ, VS-ന്റെ അവസാനമായി ഒന്ന് കാണാനായിട്ടുള്ള ഇനി VS-ന്റെ ആദർശങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ ഈ പുതിയ തലമുറയ്ക്ക് പുതിയ പാഠങ്ങൾ പകർന്നു നൽകുന്ന, അങ്ങനെ VS-നെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു തലമുറ. ആ മുദ്രാവാക്യം വഴി, കണ്ണേ കരളെ VS എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യം വഴി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:20 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തുടങ്ങിയ വിളിയാണ് ഇന്നിവിടെ ഈ DC ഓഫീസിലും നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വൈകാരികമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ. അത് VS ഒരു വികാരമാണ്, മലയാളിയുടെ ഒരു വികാരമാണ്. ആ വികാരം, VS-ന്റെ സ്നേഹമറിഞ്ഞ ഒട്ടേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വനിതകളാകട്ടെ, അത് താഴെ തട്ടിലുള്ളവരാവട്ടെ, എല്ലാവർക്കും കണ്ണീരപ്പാൻ, എല്ലാവരുടെയും കൂടെയും എല്ലാം മറന്നും VS പ്രായം മറന്നുപോലും വലിയ വലിയ മലകൾ കയറിയിറങ്ങുന്നു. ശരി ശ്രീകുമാർ, VS അച്യുതാനന്ദന്റെ
ഭൗതികദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ആലപ്പുഴ DC ഓഫീസിലെത്തിക്കും. ഇവിടെയും പൊതുദർശനമുണ്ടാകും. വിവരങ്ങൾ നൽകിയത് B. ശ്രീകുമാർ ആയിരുന്നു.